നമ്മൾ നോക്കാൻ പോകുന്ന GS3 ഇന്ത്യൻ എക്കോണമി, നാഷണൽ ഇൻകം ആൻഡ് നാഷണൽ അഗ്രിഗേറ്റ്സ്. ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാമല്ലോ, നാഷണൽ ഇൻകം എന്താണ്? എന്താ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാല് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ ടോട്ടൽ ഇൻകം ആണ്. എങ്ങനെ? ടോട്ടൽ ഇൻകം ജനറേറ്റഡ് ബൈ ദ റെസിഡൻസ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിലെ റെസിഡൻസ് ജനറേറ്റ് ചെയ്യുന്ന ടോട്ടൽ ഇൻകം ഇൻ ഇറ്റ്സ് എക്കണോമിക് ടെറിട്ടറി. രാജ്യത്തിന് ഒരു ടെറിട്ടറി, എക്കണോമിക് ടെറിട്ടറിയിൽ നിന്നുകൊണ്ട് ആൾക്കാർ സമ്പാദിക്കുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ഇൻ എ പെർട്ടിക്കുലർ ടൈം പീരീഡ്. ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലായിരിക്കും, നമ്മൾ യൂഷ്വലി 1 year ആയിരിക്കും നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. എന്താ നാഷണൽ ഇൻകം? നാഷണൽ ഇൻകം ടോട്ടൽ ഇൻകം ജനറേറ്റഡ് ബൈ ദ റെസിഡൻസ് ഓഫ് എ കൺട്രി ഇൻ ഇറ്റ്സ് എക്കണോമിക് ടെറിട്ടറി ഇൻ എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, യൂഷ്വലി 1 year. ഓക്കെ, ഇനി എന്തിനാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്ത് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും? നാഷണൽ ഇൻകം നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നാഷണൽ പ്രോഗ്രസ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ എത്രത്തോളം ഡെവലപ്മെന്റ്, എക്കണോമിക് ഗ്രോത്തിൽ എത്തിയെന്നും അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. Authorities can analyze the economic growth or a progress of a country. ഒരു രാജ്യം എത്രത്തോളം ഡെവലപ്മെന്റിലേക്ക് എത്തിയെന്നും ഇനി ഡെവലപ്മെന്റ് ഇനി എന്തെങ്കിലും കൂടുതൽ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ മെഷേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിലോ അതോറിറ്റി എന്ത് ചെയ്യും? ഈ നാഷണൽ ഇൻകം കാൽക്കുലേഷനിലൂടെ ഹെൽപ്പ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അതോറിറ്റീസ് ക്യാൻ അനലൈസ് ദ എക്കണോമിക് ഗ്രോത്ത് ഓർ പ്രോഗ്രസ് ഓഫ് എ കൺട്രി, take measures for future development and set up the economic policy. എന്തെങ്കിലും എക്കണോമിക് പോളിസി ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രോത്തുമായി അല്ലെങ്കിൽ പ്രോഗ്രസ്സുമായി ബന്ധപ്പെട്ട് എടുക്കണമെങ്കിൽ അതിനും നമ്മളെ ഈ നാഷണൽ ഇൻകത്തിന്റെ കാൽക്കുലേഷനിലൂടെ ഹെൽപ്പ് ചെയ്യും. ഇനി എല്ലാ ആൾക്കാരുടെ ഇൻകവും നമുക്ക് എന്താ നാഷണൽ ഇൻകം എന്ന ഗണത്തിലേക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യാൻ, കോൺട്രിബ്യൂഷൻ അവരുടേത് കൂടി എടുക്കാനായിട്ട് സാധിക്കുമോ? അതായത് എന്താ ബ്ലാക്ക് മണി, അതുപോലെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൂടെ ഏൺ ചെയ്ത മണി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും? ഇല്ല, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻകം ആണ് നമ്മൾ നാഷണൽ ഇൻകത്തിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്? ആരുടെയൊക്കെ ഇൻകം ആയിരിക്കും എടുക്കുക? ഇൻഡിവിജ്വൽസിന്റെ, ഹൗസ് ഹോൾഡിന്റെ, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്, ബിസിനസ് ഫേം അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്, ബിസിനസ് ഫേം അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ, ഗവൺമെന്റ് ഓ ഫോറിൻ നാഷണലിന്റെ മണി. ഇങ്ങനെയുള്ള മണി ആയിരിക്കും നമ്മുടെ നാഷണൽ ഇൻകത്തിന്റെ പ്ലേയേഴ്സ് ഹു കോൺട്രിബ്യൂട്ട് ടു നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഇവരായിരിക്കും. ഓക്കെ, ഞാനൊരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്, നോക്കാം നമുക്ക്. ഹൗസ് ഹോൾഡ് ആൻഡ് ബിസിനസ് ഫേംസിന്റെ ഒരു സർക്കുലർ ഫ്ലോ ചാർട്ട് ഓഫ് ഇൻകം ആണ്. എങ്ങനെയാന്ന് നോക്കാം. നോക്കൂ, ഹൗസ് ഹോൾഡും ബിസിനസ് ഫേമും. നമ്മുടെ ഈ അപ്പർ പോർഷനകത്ത് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത് സപ്ലൈ ആണെന്ന് വെച്ചോളൂ. ഒരു എക്കണോമിയുടെ സപ്ലൈ സൈഡാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ താഴത്തെ പോർഷൻ എന്തായിരിക്കും? സോറി, അപ്പർ പാർട്ട് സപ്ലൈ സൈഡ് ആണെങ്കിൽ ലോവർ പാർട്ട് എന്ന് പറയുന്നത് ഡിമാൻഡ് സൈഡ് ആണ് വെക്കും. ഒരു കൺട്രിയുടെ ഡിമാൻഡ് സൈഡ്. ഇതില് നമ്മുടെ അപ്പർ പാർട്ടില് എന്ത് ചെയ്യുന്നു? ഇവിടെ ഹൗസ് ഹോൾഡ് സപ്ലൈ ചെയ്യുന്നത് എന്തൊക്കെയാ? ലേബർ, ലാൻഡ്, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർ. ഇത് ബിസിനസ് ഫേംസിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഫോർ വാട്ട്? എന്തിനു വേണ്ടിയിട്ടാ? ഫോർ പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർ എന്നിവ ഹൗസ് ഹോൾഡ് സപ്ലൈ ചെയ്തു. എവിടേക്ക്? ബിസിനസ് ഫേമിലേക്ക് സപ്ലൈ ചെയ്തു. ഇൻ റിട്ടേൺ എന്താ ചെയ്യുന്നത്? ഇൻ റിട്ടേൺ ഹൗസ് ഹോൾഡ് എന്താ ചെയ്യുന്നത്? ബിസിനസ് ഫേംസ് എന്താ ചെയ്യുന്നത്? ബിസിനസ് ഫേംസ് ഗീവ് വേജ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ആർക്ക് കൊടുക്കുന്നു? വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ഇതൊക്കെ ലാൻഡിന് വേജ്, റെന്റ്, വേജ് ഇതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. ക്യാപിറ്റൽ എന്നിവ. പ്രോഫിറ്റ് ടു ലേബർ, ലാൻഡ്, ക്യാപിറ്റൽ ആൻഡ് ഓണ്ടർപ്രണേഴ്സ് എങ്ങനെ കൊടുക്കുന്നു? ഇനി വേജും ഇൻട്രസ്റ്റും പ്രോഫിറ്റും എന്ന് പറയുന്നത് ബിസിനസ് ഫേമിന്റെ ഒരു എന്താണ്? എക്സ്പെൻഡിച്ചർ അല്ലേ? എക്സ്പെൻഡിച്ചർ ആണ്. ഇനി തിരിച്ചോ? എക്സ്പെൻഡിച്ചർ ആണ്. ഇനി ഹൗസ് ഹോൾഡിന്റെ വിച്ച് റിട്ടേൺ കിട്ടുന്നത് ഹൗസ് ഹോൾഡിന്റെ എന്താണ്? ഇൻകം ആയിരിക്കും അല്ലെ? ഇൻകം ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുക?
national income can calculated by compiling of income of all and or expenditure of all. Income of all expenditure of all. ഇതിന്റെ compilation അല്ലേ നമ്മുടെ national ഇതെന്ന് പറയുന്നത്, national income എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ ഓഫ് ഓളും ഇൻകം ഓഫ് ഓളിന്റെയും കമ്പൈലേഷൻ ആയിരിക്കും അല്ലെ. അതായത് ഒരാളുടെ ഇൻകം എന്ന് പറയുന്നത് മറ്റേയാളുടെ എക്സ്പെൻഡിച്ചർ ആണ് ഒബ്വിയസ്ലി അല്ലെ. അപ്പോൾ രണ്ടും കൂടി ഉള്ള ഒരു കമ്പൈലേഷൻ ആയിരിക്കും നമ്മുടെ നാഷണൽ ഇൻകത്തിന്റെ കാൽക്കുലേഷൻ ആയിട്ട് നമ്മൾ എടുക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോക്കാം നമുക്ക്. ഇനി നമ്മൾ എന്തൊക്കെ അഗ്രിഗേറ്റ്സ് ആണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. First one, GDP, gross domestic product. Then GNP. എന്താ GNP? Gross national product. NDP, net domestic product. Next, NNP, net national product. That's national income. ഇത്രയും അഗ്രിഗേറ്റ്സ് ആണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യാം. GNP, GDP ഇതെല്ലാം ഓരോന്നും ഓരോ വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇതിന്റെ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ബാലൻസ് കാണാം. ഓക്കെ, താങ്ക് യു ആൾ.